കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദേവി, ദേവി, ദാ വരുന്നേ. നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്കോ? ആ, എന്ത് സർപ്രൈസ്? ഞാനൊരു സാധനം വാങ്ങിച്ചു. എനിക്ക് വേണ്ടിട്ടല്ലേ? അല്ല, എനിക്ക് വേണ്ടിട്ട്. അതെങ്ങനെ എനിക്ക് സർപ്രൈസ് ആവുന്ന? നീ കണ്ടാ സർപ്രൈസ് ആവുന്നേ. എന്താന്ന് വെച്ചാ പറ. നീ ഒന്ന് ഊഹിച്ചു നോക്കിയേ. കാറ്? അയ്യോ, നീ കാറ് വാങ്ങിച്ചാ? അല്ല, നീ കാറ് വാങ്ങിച്ചോന്ന്. കാറ് വട്ടത്തിലാണോടി? അല്ല, കാറ് വട്ടത്തിലല്ല, പക്ഷെ കാറിന്റെ ടയർ വട്ടത്തിലാണല്ലോ. ഓ, അതൊന്നും അല്ല. പിന്നെ എന്തോ ഇത്ര വലിയ സസ്പെൻസ് എടുത്ത കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ. അയ്യോടി, മോതിരം. അമ്പോ. പക്ഷേ ഇതൊക്കെ പൊലിമ മാത്രമേ ഉള്ളൂ അല്ലേ? 1/2 ഗ്രാം എത്രയുണ്ട് ഇത്? അല്ലടി, 2.5 ഗ്രാം ഉണ്ട്. അയ്യോടി, 2.5 ഗ്രാമിന്റെ പൊലിമയൊന്നുമില്ല എന്തായാലും. അത് പഴയ ഫാഷൻ. നിനക്ക് പുതിയ ഫാഷനെങ്കിലും വായിച്ചോളൂ. ഈ ലവ് ചിഹ്നത്തിന്റെ ഫാഷനൊക്കെ എത്ര കാലമായിട്ട് കാണുന്നതാ. ഇതാണ് പുതിയ ഫാഷൻ. ഇപ്പൊ എല്ലാവരും ഈ സിമ്പിൾ ആയിട്ടല്ലേടി ഇടുന്നത്. ഓ അതെ അതെ അതെ. നിനക്ക് ചിട്ടി ഇട്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ല. പിന്നെ അമ്മയുടെ ഒരു മോതിരം അവിടെ പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു. അതും കൊടുത്തു. അതിന് കൂടെ കുറച്ച് കാശും കൂടെ കൊടുത്ത് ഒപ്പിച്ച സാധനമാണ് ഇത്. എൻ്റെ ഒരു വള പൊട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ അനന്തേട്ടനോട് പറഞ്ഞു ആ വളയൊന്ന് മാറ്റി നമുക്കൊരു ചെറിയൊരു മോതിരം എടുക്കാമെന്ന്. അപ്പം അനന്തേട്ടൻ പറയാ, ദേവിമോളെ എന്തിനാണ് കുഞ്ഞു മോതിരം ഇടുന്നത്? മോതിരം കയ്യിലിട്ട് ആര് കാണാനാ? നിനക്ക് വലിയൊരു വള കാപ്പില്ലേ, കാപ്പ് കൊണ്ട് തരാന്ന് പറഞ്ഞു. ഈ മോതിരം ഇട്ട് കഴിഞ്ഞാൽ ആര് കാണാനാ? കൈയല്ലേ ഇങ്ങനെ എടുത്ത് സംസാരിക്കണ്ടേ? വളയാകുമ്പോഴത്തേനും എപ്പോഴും കാണാൻ പറ്റൂല. എന്നാ ശരി, ഞാൻ പോണു. അതെ, നമ്മുടെ സതി ചേച്ചിയുടെ വീട്ടിലും കൂടെ മോതിരം കാണിക്കണേ. ശരി ശരി. എന്നാ സുഭാഷിണി ചേച്ചിയെ കൂടെ കാണിച്ചേക്ക്. നീ പറഞ്ഞത് നന്നായി. അവിടെയും കൂടെ ഒന്ന് കാണിച്ചിട്ട് പോവാം. ശരി. ഒരു ഇത്തിരി പോന്നെ പൊന്നു വാങ്ങിച്ചോ. എന്തൊരു ചാട അവക്ക്. ഓ, പക്ഷെ നല്ല ഡിസൈൻ ആയിരുന്നു. ഹലോ ഹലോ അനന്തേട്ടാ. എന്താ പറഞ്ഞോ? എന്റെ വളയുടെ കാര്യം എന്തായി? വളയോ? വളയോന്നോ? എന്റെ പൊട്ടിയ വള. പൊട്ടിയ വള? എന്താ അത്? എന്റെ പൊട്ടിയ വള മാറ്റി പുതിയ വള വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട്. അത് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലോ. അത് വാങ്ങിച്ചോടല്ലേ വരുള്ളൂ ഇവിടെ വരുമ്പോ. അതിനി വരുമ്പോഴല്ലേ. വരുമ്പോ വള വാങ്ങിച്ചിട്ട് വരണം. നീ ഇപ്പൊ ഈ കാര്യം പറയാനാണ് വിളിച്ചത്? നാട്ടുകാരൊക്കെ കളിയാക്കി തുടങ്ങി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയുടെ കയ്യില് നിറയെ കുപ്പിവളയാന്ന് പറഞ്ഞിട്ട്. അതിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ബുദ്ധിമുട്ടില്ല, പിന്നെ നാട്ടുകാർക്ക് എന്താ പ്രശ്നം? അല്ല, എനിക്ക് പ്രശ്നമുണ്ട്. ശരി, ഇനി വരുമ്പോ കൊണ്ടുവന്നാ പോരെ? വരുമ്പോ വള കൊണ്ടുവന്നാ മതി. അതാ ഞാൻ പറഞ്ഞു വന്നത്. ദേവികേ, ഇവിടെ വീണ്ടൊരു വിശേഷം ഉണ്ടായി. എന്താ? ആ പുണ്ണിക്ക് പിന്നെയൊരു കല്യാണാലോചന. പിന്നെയും? എവിടുന്നാ? അതാ പങ്കേമ്മയുടെ കൂട്ടുകാരനെ ഒരു റഹീമുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞതാ. ആണോ? ഓക്കെ, ഇതെന്തേലും നടക്കട്ടെ വേഗം. അതെ, വളയുടെ കാര്യം മറക്കല്ലോ കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, എനിക്കറിയാം അനന്തേട്ടൻ മറക്കില്ലാന്ന്. പിന്നെ അടുത്ത മന്ത്ലി കോൺഫറൻസിന് വരുമ്പോ വളയായിട്ട് വന്നാ മതി. ഏട്ടാ, ഹലോ ഹലോ. വള കൊണ്ടുവന്നാ മതിയായിരുന്നു. അയ്യോ അമ്മേ, എന്താ അമ്മമ്മയ്ക്ക് വയ്യെന്ന്. എന്ത് പറ്റി? അമ്മമ്മയ്ക്ക് ശ്വാസം മുട്ടുന്നു. ശ്വാസം മുട്ടുന്നോ? അയ്യോ ദൈവമേ, പണ്ട് കുറഞ്ഞിരുന്നു വീണ്ടും തുടങ്ങിയോ? അമ്മേ, അച്ഛമ്മ വേണ്ട. അമ്മേ, ശ്വാസം മുട്ടില്ലാന്ന് പറഞ്ഞിട്ട്. ആർക്ക്? നീയല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് ശ്വാസം മുട്ടില്ലാന്ന്? എന്നോട് അമ്മമ്മ പറഞ്ഞു, ഞാനത് അമ്മയോട് പറഞ്ഞു. അതെ, ഇവള് വന്നിട്ട് എന്നെ പന്ത് കളിക്കാൻ വിളിച്ച്. അപ്പൊ ഞാൻ ഈ വയസ്സാകാലത്ത് പന്ത് കളിക്കാനാ. അപ്പൊ ഞാനൊരു നുണ പറഞ്ഞതാണ് അവളോട്. നുണ പറയാൻ പറ്റിയ കാര്യം കേട്ടോ ശ്വാസം മുട്ടല്. നിങ്ങൾക്ക് ഇങ്ങനെ കളിച്ചാൽ മതിയല്ലോ. മനുഷ്യവിടെ തീ തിന്ന ഓരോ ദിവസവും ജീവിക്കുന്നത്. നീയും കൂടെ കൂടി ഇങ്ങനെ ഇരുന്നോട്ടാ. കഴിക്കാൻ സമ്മതിക്കമ്മേ. കഴിക്കാൻ സമ്മതിച്ച അമ്മ. നുറുക്ക്
മതി കഴിച്ചത്. മുഴുവൻ എടുത്തോണ്ട് പോയണത്. പൊരിച്ചതൊക്കെ കഴിച്ച് BP വെച്ച് എല്ലാം വരുന്നു കഴിച്ചോ ഇങ്ങനെ. അമ്മമ്മ എന്നോട് നുണ പറഞ്ഞാണല്ലേ? നീ ആള് കൊള്ളാല്ല. കുഞ്ചു, അമ്മമ്മയുടെ കൂടെ കൂടി നുണ പറയാൻ പഠിക്കല്ലേ? ചേച്ചി അമ്മമ്മയുടെ മോനാണ് കേട്ടാ. ചേച്ചി പോട്ടെ. ഇവർക്ക് തീർന്നോ? തീർന്നോ? ഞാനിവിടെ ഉണ്ട് മോളെ. നീ ഇവിടെ കിടന്ന് എന്ത് ഒച്ചപ്പാടുണ്ടാക്കുന്നേ? ഞാൻ ഇതിനകത്തല്ല കൊണ്ട് എവിടെ പോകാനാ? ആ പാല് കിട്ടിയായിരുന്നോ? അതെന്തിനാ ഇങ്ങോട്ട് നീട്ടുന്നേ? മോളകത്തോണ്ട് ഒരു നല്ല ചായ ഇട്ടത് അച്ഛന്. പീതാംബര. ആഹാ, ചേട്ടനായിരുന്നോ? നിന്റെ ചെക്കൻ്റെ അച്ഛൻ വന്നു. ആ വന്നാടി ചേട്ടാ. ആ ഇരുന്നാടി ചേട്ടാ. എന്ത് ചൂടാത്. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പീതാംബര. കുടിക്കാൻ എന്താ എടുക്കട്ടെ? ഒന്നും വേണ്ട. ആ അത് പറഞ്ഞാൽ പറ്റില്ല. ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിക്കണം മോളെ. കടുപ്പത്ത് 2 ചായ ഇട്. ഇയാളെ കൊണ്ട് എനിക്കൊന്നും വേണ്ട പീതാംബര. ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ പോകുന്നത് എങ്ങനെ? വേണ്ട പീതാംബര, വേണ്ടാഞ്ഞിട്ടാ. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്തായി അവിടെ കാര്യങ്ങളൊക്കെ? അതും കൂടെ പറയാനാ ഞാൻ വന്നേ. എന്താ ചേട്ടാ? മോളുടെ പേര് PS ലിസ്റ്റിൽ ഉണ്ടായിരുന്നല്ലേ പീതാംബര? അതെ. എന്തായി അത്? അത് ക്യാൻസലായി. ഓ, നിലവിൽ വേറെ ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ പീതാംബര? ഇല്ല, ആ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ലിസ്റ്റിലൊന്നും ഇല്ല. അപ്പോൾ സർക്കാർ ജോലി കിട്ടൂല എന്നായി. അങ്ങനെയല്ല, ഞാൻ വേറെയും PSC എക്സാമുകൾ എഴുതുന്നുണ്ട്. പിന്നെ ഇപ്പം ഗവൺമെന്റ് ജോലി മാത്രമല്ലല്ലോ, പ്രൈവറ്റിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്ത് പ്രൈവറ്റ് ജോലി പീതാംബര? ഏതെങ്കിലും പ്രൈവറ്റ് മുതലാളിയുടെ കീഴിൽ പണിയും, അയാൾ തരം നക്കപ്പിച്ച് മാഞ്ചോണ്ട് പോകും. ഇതിനൊക്കെ എന്താ ഗ്യാരണ്ടി പീതാംബര? അല്ല ചേട്ടാ, അവർക്ക് ഇനിയും സമയമുണ്ട്. അവർക്ക് ചില കൺസെഷനൊക്കെ ഉണ്ടേ. തന്നെയല്ല അവള് പഠിച്ച കുട്ടിയല്ലേ. ഞാൻ എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഉറപ്പായിട്ടും ഗവൺമെന്റ് ജോലി കിട്ടും. കിട്ടുമ്പോ കിട്ടട്ടെ. ഞാൻ ഏതായാലും വന്ന കാര്യങ്ങൾ പറയാം പീതാംബര. അമ്മാ അമ്മാ. എന്താടാ? അതെ, നിങ്ങൾ റെഡിയായാ? ഞാൻ ഒരുങ്ങിയിട്ടില്ലടാ. തിരക്ക് പിടിക്കണ്ട, കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് റെഡിയായാൽ മതി. നിങ്ങളെവിടെ പോവാ? ഒന്നാ കുമാരിയുടെ വീട് വരെ. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല, ചുമ്മാ ഒന്ന് കുമാരിച്ച് കാണാൻ. വെറുതെ ഒന്ന് പോയിട്ട് വരാന്ന് കരുതിയാണ്. അതെ, നമ്മള് ഭവാനിന്നല്ലേ ഡ്രസ് എടുക്കണേ? ഭവാന്റെ ഡ്രസ്സ് ഭവാനി കൊടുത്തോട്ടെ, നമുക്ക് ഇഷ്ടമുള്ളവിടുന്ന് എടുക്കാമല്ലോ, പൈസ കൊടുത്തിട്ടല്ലേ. ഓടാടുന്ന്. അതല്ല, ഭവാനി ടെക്സ്റ്റൈൽസിൽ അങ്ങനെയല്ലേ അമ്മ പറഞ്ഞത്. എടാ, അപ്പുണ്ണിക്ക് പറ്റിയതൊക്കെ അവിടെ ഉണ്ടാവോ? പറ്റിയത് ഉണ്ടാന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഉള്ളോടുന്ന് എടുക്കാം. അമ്മക്കുള്ളത് ഭവാനിലുണ്ടാവുമല്ലോ. എന്നാ റെഡി ആയിക്കോ, പോരാ കേട്ടാ. നിങ്ങൾ വേഗം വരണം കേട്ടാ. വേഗം വരാം. ശരി. കഷ്ടം. മല്ലി ഉണക്കാന്ന് വിചാരിച്ചപ്പോൾ വെയിലുമില്ല. അത്ര ബെസ്റ്റ് ടൈമാണ് എൻ്റെ. ആ പാടം കഴിഞ്ഞാൽ പിന്നെ ഈ പറമ്പ്, പാടത്തിനപ്പുറം നമ്മുടെ വീട്, അത്രേ വ്യത്യാസമുള്ളൂ. എല്ലാണ് പണ്ട് ഊഞ്ഞാലി കെട്ടി ഞങ്ങൾ ആടിയച്ചത്. ഇതാരാണത്? ആ കുമാരി എന്താ പണിയിലാണാ? മല്ലി ഉണക്കാൻ വേണ്ടി ഇറങ്ങിയതാ, പക്ഷെ സൂര്യൻ ചതിച്ച്. വെയിലില്ലല്ലോ. അതിപ്പോ വരും, നിന്നെ കണ്ടോണ്ട് മാറിയിരിക്കാണ്. എന്താണ് മണവാട്ടി? ചുമ്മാ കാണാൻ. പുതിയ ആപ്പിളായിട്ട് കറങ്ങാറിയതാ? ഇല്ലില്ല, അവളൊന്ന് ഒരുങ്ങി എന്നാ പറഞ്ഞു. കുമാരി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വരാം, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നടക്കാനല്ലേ ഉള്ളൂ, അപ്പൊ ഒന്ന് ഇവിടത്തോളം വന്നതാണ്. എന്നാ ബാ കേറ്. വേണ്ടാന്ന്, ഇവിടെ നിൽക്കാ, പണി നടക്കട്ടെ. എന്ത് പണി ഇത് ഇവിടെ ഇങ്ങനെ വെച്ചാ പോരെ? അല്ല അച്ഛനെന്തേ? അച്ഛനിപ്പോ പുറത്തേക്ക് പോയി, വരെയായിരിക്കും ഇപ്പൊ തന്നെ. ഓ, എന്താണ് പുതുപ്പെണ്ണേ? വാ അകത്തേക്ക് കയറാൻ വാ. വേണ്ടാന്ന്, നിന്റെ പണി നടക്കട്ടെ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. അതിന് ഈ പണിയൊന്നും നടക്കില്ല, സൂര്യനില്ലല്ലോ. സൂര്യനെ നിന്നെ കണ്ടോണ്ട് മാറിയാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓ അമ്പിളിയേട്ടാ.
അത് വന്നോളും. എന്താടി മിണ്ടാത്തെ? എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, വിശേഷം ചോദിക്കാൻ നീ ഗൾഫിലായിരുന്നല്ല. അവളല്ലേ രാവിലെ വീട്ടിൽ വന്നപ്പോൾ നീ കണ്ടത്? ചോദിച്ചോട്ട് അമ്പിളിയേട്ടാ, വലിയൊരു വിശേഷം കഴിഞ്ഞിട്ട് ഇരിക്കുക. അതെന്താണ്? ആ കല്യാണാലോചന വന്നില്ലേ, ആ ആ ചെക്കൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഡേറ്റ് എടുത്താ? പൊടിയെടുത്തു. ശ്രീധരൻ വല്ലതും കൂടുതൽ ചോദിച്ചാ അയാൾ വന്ന്? അതൊന്നും അല്ല, ആ ആ PSC റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ലേ, ആ ആ ജോലി കിട്ടിയില്ലല്ലോ. ആ അതിനെന്താണ്? ആ അതും പറഞ്ഞ് മുടങ്ങി. കല്യാണം മുടങ്ങി? ഒന്ന് പോടി, ഒന്ന് ഭ്രാന്ത് പറയാതെ. ആ കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും മുടങ്ങുമോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതല്ലേ? അമ്പിളിയേട്ടാ, അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, സർക്കാർ ജോലിയാണ് അവർക്ക് പ്രധാനം. എനിക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ കല്യാണം നടക്കും, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. ഇപ്പം സർക്കാർ ജോലി ഇല്ല, കല്യാണവും ഇല്ല. ഞാൻ പോയിട്ട് ചായ എടുക്കാം. നീ അകത്തേക്കല്ലേ? കുമാരിയേച്ചി, ചേച്ചി ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇതൊക്കെ വിധിയാണെന്ന് കരുതിയാൽ മതി. കല്യാണം കഴിച്ചിട്ടായിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കേ, ജീവിതം തന്നെ പോവില്ലായിരുന്നോ? ചേച്ചിക്ക് ഇതിലും നല്ല ചെക്കനെ വേറെ കിട്ടും, അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എന്ത് ചിരിക്കുന്നേ? നിനക്ക് ശരിക്കും മട്ടാണോ? അപ്പൊ കല്യാണം മുടങ്ങിയാല് വിഷമില്ലേ? എന്തിനെ? ഒന്ന് പോടിയാടുന്ന്. ശരിക്കും വിഷമില്ല? എടി, എന്തിനാ വിഷമിക്കണേ? അയ്യോ, ഞാൻ ചേച്ചി വിഷമിച്ച് നിൽക്കുമായിരിക്കും എന്ന് വിചാരിച്ചേ പറയാനുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നതാ. ഒക്കെ വേസ്റ്റായി. എടി, ആ അമ്പിളിയേട്ടന് നിന്നെ എവിടുന്ന് കിട്ടിയിടി ഇങ്ങനെ ഒരു പൊട്ടത്തി? അവിടുന്ന് നീ ആദ്യം ഇവിടുന്ന് പോയിക്കോ. എന്തായാലേ ചേച്ചിക്ക് നല്ല ഉഗ്രൻ ചെക്കനെ കിട്ടും, അപ്പൊ കിട്ടിയാ അതെ. അല്ലെങ്കിൽ അത്രേ ഉള്ളൂ, എനിക്കിഷ്ടപ്പെട്ട ചെക്കനല്ലേ ഞാൻ കല്യാണം കഴിക്കുക. കുമാരിയേച്ചി, ഞാൻ വിചാരിച്ച പോലെ അല്ല, മാസ കൊല മാസ്. ആ തടി, ഞാനെങ്ങാടും ആയിരുന്നെങ്കിലേ ഇപ്പൊ കരഞ്ഞ് നിലവിളിച്ച ഒരു വഴിയായിന്. ഒരു തവണേ ഈ അമ്പിളിക്ക് ഇതുപോലെ തന്നെ കെട്ടൂലെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു കൂവി അവിടെ ഇരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോ ചേച്ചി തഗ്ഗല്ലേ. പിന്നെ അവിടെ കുമാരി, നീ പ്രയാസപ്പെടണ്ട. ഇനി ഇതിപ്പോൾ നടന്നാൽ തന്നെ നിനക്കത് നല്ലതാവൂല. അതുകൊണ്ടായിരിക്കും നടക്കാതെ പോയത്. നിനക്ക് ഇതിലും നല്ല ആലോചന വരും, നമുക്കത് ആർഭാടമായിട്ട് നടത്താം കേട്ടാ. എന്തേ? വിഷമൊന്നുമില്ല. നിന്റെ കാര്യമല്ല പറഞ്ഞ, ഞാൻ കുമാരിയുടെ കാര്യമാണ് പറഞ്ഞത്. എനിക്കല്ല, കുമാരിയേച്ചിക്ക്. എന്താ അമ്പിളിയേട്ടാ ഇത്? നിനക്കപ്പൊ പ്രയാസമൊന്നുമില്ലേ? എന്തിന്? എനിക്കും പ്രയാസമൊന്നുമില്ല. നീ പിന്നെ ഈ മൊറോക്കെ ആയിട്ട് വ്യസനിച്ചിങ്ങോട്ട് കയറണണ്ടപ്പേ എന്തെങ്കിലും ഒന്ന് പറയണോല്ലാന്നോർത്ത് ഓർത്തിട്ട് പറഞ്ഞാണ്. രണ്ട് നല്ല ബെസ്റ്റ് പാർട്ടികളാ, ചട്ടിക്കൊത്ത ചങ്കരം തന്നെ. നീ ആദ്യം ഒരു ജോലി സമ്പാദിക്കും, അപ്പൊ ഇനി കല്യാണം കഴിച്ചില്ലെങ്കിലും സ്വന്തം കാലിൽ നിക്കാല്ല. ഓ അതെ അതെ അതെ. ആ, ഇനി ജോലിയുള്ള ആളെ തന്നെ വേണമെങ്കിൽ അപ്പോഴും ആലോചിക്കുകയും ചെയ്യാം. അല്ലാതെ ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ലേ? പിന്നെ ഇതൊക്കെ അമ്പിളിയേട്ടൻ പറഞ്ഞിട്ട് വേണമല്ലോ ഞാൻ തീരുമാനിക്കാൻ. വലിയ വർത്താനൊന്നും പറഞ്ഞ നിന്നെയൊന്നും ഒരു കാശിനും കൊള്ളൂല. അതുപോലത്തെ പെൺപിള്ളേരെ നോക്ക്, വീട്ടിലെ കേബിളും വലിച്ചൂരി ഇട്ടിട്ട് നാട്ടിൽ കൊള്ളാവുന്ന ഒരു ചെക്കനെയും കെട്ടിയവള്. എന്തേ? അയ്യോ, കൊള്ളാവുന്നൊരു ചെക്കനെ. കൊള്ളൂല്ലേ? എടി, എനിക്ക് ഒരുപാട് ഓഫർ ഉണ്ടായതാണ്. ആ, നമ്മൾ അതിലൊന്നും പിടുത്തം കൊടുത്തില്ല. എന്തായാലും കറക്റ്റ് തന്നെ കിട്ടി അമ്പിളിയേട്ടൻ. നല്ല ഭാഗ്യമാണ് ഇവൾക്ക്. മോളെ കുമാരി. അച്ഛൻ വന്നു. ആ പിതാംബരേട്ടാ, ഞാൻ അന്വേഷിക്കായിരുന്നു. പിന്നെ ആ ലിപ്സ്റ്റിക് ഒന്ന്. എന്താ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇതാണോ?
അത് തന്നെ ഇതിപ്പോ നീ ഇടണ്ട. അതിനാ നീ ഇടണ്ടെന്ന്. ആരും അറിയത്തില്ലെന്ന്. അയ്യോ, ആര് പറഞ്ഞില്ല, പിന്നെ എന്തിനാടി ഇത് ഇടുന്നത്? ബലരാമേട്ടോ, ബലരാമേട്ടാ, ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് വന്നു? പിന്നെ ഇപ്പൊ കണ്ട ഒരു 16. ചുമ കളിയാക്കാതെ ഉള്ളത് പറ. ഉള്ളത് പറഞ്ഞാ 74. ഇത് എന്റെ വാലിരിക്കുന്നൊന്നും കേൾക്കരുത് കേട്ടോ. എന്തുവാ? ശരിക്കും പറ. എടി എന്തോടി, ഉള്ളതും പറയാൻ പറ്റത്തില്ല, ഇല്ലാത്തതും പറയാൻ പറ്റത്തില്ലയോ? എന്നാ നീ പറ, എത്ര വയസ്സുണ്ട് നീ പറ, ഞാൻ അതുപോലെ പറയാം. ഒന്നും പറയണ്ട. ഇത് അങ്ങോട്ട് വെച്ചിട്ട് ആ ചെപ്പിങ്ങെടുത്തേ. ഏതാ? ആ തിളക്കമുള്ള ചെപ്പ്. ഇതാണോ? ആ കളയാതെ സൂക്ഷിച്ചെടുക്കണേ. എന്താ ഇതെങ്ങനെ തുറക്കോടി ഇത്? അതൊക്കെ ഞാൻ തുറന്നോളാം. കൊച്ചു ഭരണി പോലൊക്കെ. കണ്ട ഞാൻ പീതാംബരേട്ടനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പുള്ളി എന്നോട് ചോദിക്കണേ, എന്റെ വാപ്പ വിളിക്കാറുണ്ടാ വരാറുണ്ടാന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു പുള്ളി ഒരു താളത്തിലോട്ടായിട്ടില്ല, വിളിക്കായിരിക്കും എന്ന് പറഞ്ഞ്. പിന്നെ ഞാനതങ്ങാട് വർത്താനത്തിൽ കളഞ്ഞ്, ആ മാറ്റർ അങ്ങോട്ട് കളഞ്ഞ്. എന്ത് ഇക്ക, എനിക്ക് എന്റെ വാപ്പയെ കാണണം. ഇപ്പഴാ? ഫോട്ടോ കണ്ടാ മതിയാ? എനിക്കവിടെ ഫോട്ടോ ഉണ്ടോ? എന്റെ ഫോണിൽ കിടപ്പുണ്ട്. നിന്റെ വാപ്പ ഇങ്ങനെ മുതുകും തിരിഞ്ഞിരിക്കണ ഒരു പടം ഞാൻ കാണിച്ചു തരാം. എനിക്ക് തമാശ ഒന്നും കേൾക്കണ്ട. നിനക്കെന്താ പ്രാന്താണാ? കണ്ട വയലിന്റെ നടുക്ക് വെച്ച് എനിക്ക് വാപ്പനെ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ എന്താ മജീഷ്യനാ? മജീദൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ ഞാൻ നടന്നേ വേണേ? ഞാൻ നടക്കാം, പക്ഷെ എനിക്ക് വാപ്പനെ കാണിച്ചു തരുമെന്ന് ഉറപ്പ് തരണം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മളോടൊന്ന് സ്നേഹത്തിൽ പെരുമാറട്ടെ, അപ്പൊ നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തി കാണിച്ചു തരാം, പോരെ? എപ്പോഴാ? അതിനൊക്കെ ഒരു സമയം വരും. എനിക്ക് നിന്റെ വാപ്പാനോട് എന്തിനാ വൈരാഗ്യം? നിന്നെ പോലത്തെ ഒരു പൊന്നു പോലത്തെ മോളെ വളർത്തി വലുതാക്കി എന്നെ ഏൽപ്പിച്ചതല്ലേ. എനിക്ക് സ്നേഹമുള്ളൂ, ആ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടട്ടെ, അപ്പൊ ഞാൻ നിന്നെ കൊണ്ടുപോകാം. വാ. കൊണ്ടുപോവോ? കൊണ്ടുപോകാന്ന്. നീ ഇവിടെ നിന്ന് ചിണുങ്ങല്ലേ, അമ്മ അവിടെ ഒരുങ്ങി നിൽക്കാണ്, ഇറങ്ങണം. വാ. കണ്ടു എന്നോട് നേരത്തെ ഇങ്ങനെ ഒന്നും സംസാരിക്കൂലായിരുന്നു, ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്തൊരു കഷ്ടമാണ് ദൈവമേ ഇത്. നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, ഈ പാടവരമ്പത്ത് വെച്ചിട്ടാണ് ഞാൻ റൊമാൻസ് കാണിക്കണത്. സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ. അത് ശരി, സിനിമയെ കാണിക്കണ പോലെ ഒന്നും പറമ്പിൽ കിടന്ന് കാണിക്കാൻ പറ്റൂല. നീ അന്നൊരു പണി, നീ എൻ്റെ ഒക്കത്തോട്ട് ഇങ്ങോട്ട് കയറിയിരിക്കും, ഞാൻ തോളയിൽ വെച്ച് കൊണ്ടുപോകാം ആളുകളെ കാണിച്ചിട്ട്. എൻ്റെ ഷാഹിന, സ്നേഹമുണ്ട് എനിക്ക്. ഐ ലവ് യു. വാ. അല്ല പിന്നെ ഇങ്ങോട്ട് വാ. അതെ, ഇവിടെ കിടന്ന് റൊമാൻസ് കളിച്ചാലേ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചവിട്ടി കൂട്ടും. ഓ, എന്തൊരു ചൂടാ പുറത്ത്. പാർട്ടിയുടെ മീറ്റിംഗ് ഓ, ഗംഭീരായി. ആരൊക്കെ പങ്കെടുത്തത്? പുറത്തുനിന്ന് അങ്ങനെ ആരും ഉണ്ടായില്ല. പിന്നെ മണ്ഡലം പ്രസിഡന്റും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനുണ്ടായി. മതിയല്ലോ, എന്തിനാ കൂടുതല്? നമ്മുടെ ആ വാഹന പ്രചരണ ജാഥയുടെ അതിന്റെ ഒരു യോഗം കൂടിയതാ. നമ്മളല്ല, നിങ്ങളുടെയും മണ്ഡലം പ്രസിഡന്റിന്റെ. ഓ, ഇപ്പൊ നീ അതിലില്ല. ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇങ്ങോട്ട് വായോട്ടെ. അപ്പൊ കാണിച്ചാ മണ്ഡലം പ്രസിഡന്റ് ആരാന്ന്. അല്ല, അവര് വന്നോ? ഓ, അവരൊന്നും വന്നില്ല. നീ എന്താ പോഞ്ഞേ? എവിടേക്ക്? ഓഫീസിലേക്കാ? അല്ലെന്നേ, തുണി എടുക്കാൻ എന്താ പോഞ്ഞത്? ഓ, തുണി എടുക്കാൻ ഞാൻ പോയാൽ ശരിയാവില്ല, എനിക്കുണ്ടാക്കാൻ നോക്കാൻ അറിയണം. പോക്കറ്റിലെ കാശും പോകില്ലല്ലോ. അണിയും പോവാറുന്നില്ല. അണി എന്താ പോഞ്ഞേ? ഞാൻ പോയില്ല. ഞാൻ പോയാലേ ചില അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടി വരും, അത് അവർക്ക് പിടിക്കത്തില്ല. അളിയാ, ഈ ജുബ്ബ വേണം, കാടസറ വേണം എന്നൊക്കെ പറഞ്ഞാലേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ കാണും പിടിക്കുവോ? അത് പറയാണ്ടിരുന്നൂടെ? മിണ്ടാതെ അവിടെ ഇരിക്കണം. അവര് വല്ല ജ്യൂസ് നന്നായി കുടിക്കുക, ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് പോരുമ്പോ അവരുടെ കൂടെ അങ്ങോട്ട് പോരാ. അത് ശരി. ഇല്ല, പട്ടി ചന്തയ്ക്ക് പോലില്ലയോ? അപ്പണിക്ക് ഞാനില്ല. വാ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്താണ്? അല്ല, കയറി വരൂ. വരൂ, കയറി ഇരിക്കൂ. വേണ്ട, ഞാൻ ഇവിടെ വന്നോളാം. എന്താ അങ്ങനെ പറയണത്? അന്യരെ വീടൊന്നും അല്ലല്ലോ. അത് അനന്തന് മാത്രം തോന്നിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ വേറെ ചിലരും ഒക്കെ അത് മനസ്സിലാക്കണ്ടേ. വാമജീരെ അകത്തോട്ട് കയറിയിരിക്കാം. വേണ്ടെന്ന്, ഞാൻ ഇവിടെ നിന്നോളാന്ന്. എന്തപ്പോ മജീദ് വന്ന കാര്യം? അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നായിരുന്നല്ലോ, മറ്റേ കേബിളിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട്. അതിപ്പോഴും ശരിയായില്ലേ? അത് ശരിയായി. പിന്നെന്താ, പിന്നെ കണക്ഷൻ പോയാ? ഓ, പിന്നെ കണക്ഷൻ പോയില്ല, അത് ശരിയായി.
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കുറച്ചു നേരം അകത്തിരുന്ന് സംസാരിച്ചായിരുന്നു. സംസാരിച്ചല്ലോ. ആ കൂട്ടത്തിൽ എൻ്റെ ഒരു കണ്ണാടി ഇവിടെ വീണു. അയ്യോ, മുഖം നോക്കണ കണ്ണാടിയോ? മുഖം നോക്കുന്ന കണ്ണാടി ആരെങ്കിലും പോക്കറ്റിട്ടുകൊണ്ട് നടക്കുമോ? കണ്ണട 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 അല്ലേ? ശരി. നിങ്ങളുടെ കയ്യിലാണ് കിട്ടിയോടാ? ഇല്ല, നമ്മളിപ്പോ അത് വേറൊരാളുടെ കണ്ണട നമ്മൾ മുഖത്ത് വെച്ച് നടക്കുവോ? അത് കിട്ടിയ ആരെങ്കിലും പറയില്ലേ? അല്ല, അന്ന് മജീദ് കണ്ണട വെച്ചിട്ടില്ലായിരുന്നല്ലോ. അല്ല, ഞാൻ വെച്ചിട്ടില്ലായിരുന്നു, ഞാനത് പോക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ വായിക്കാൻ നേരത്ത് മാത്രമല്ലേ നമ്മൾ ഇതെടുത്ത് മുഖത്ത് വെക്കുള്ളൂ. അതെ, പക്ഷെ നമ്മൾ ഇവിടെ വായിക്കുകയും ചെയ്തിട്ടില്ല. അല്ല, അബദ്ധത്തിലെങ്ങാനും വീണുപോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതിപ്പോ കണ്ണടയിലും എന്ത് സംഗതിയാണെങ്കിലും ഇപ്പോ അവള് അവരുടെ കൂടെ ഡ്രസ് എടുക്കാൻ പോയിരിക്കുക. ഷായിനെ അവരുടെ കൂടെ ഡ്രസ് എടുക്കാൻ പോയിരിക്കുക. കുറച്ച് കഴിയും വരാനായിട്ട്. അപ്പൊ വന്നിട്ട് കണ്ടിട്ട് പോവാൻ മജീദൊക്കെ കയറിയിരിക്കും. എനിക്ക് അവളെ കാണാൻ വേണ്ട, സംസാരിക്കാൻ വേണ്ട. വേണ്ട, അവളെ കണ്ട കാര്യമില്ലല്ലോ. ഒന്നാമത്തിപ്പോ മജീദക്ക് അവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കണമെന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഉണ്ടോ? ഏയ്, നമുക്ക് തോന്നിയില്ല. മാത്രല്ല, ഇത് അതിനാ വന്നതെന്ന് പുറത്താരോടും പറയും വേണ്ടേ. അതിന്റെ ആവശ്യമില്ല. മജീദ് ഒരു കാര്യം ചെയ്യും, കേറി വാ, നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് കണ്ണട അന്വേഷിക്കാം. ഈ വീട്ടിൽ നിന്ന് ഞാൻ പച്ചവെള്ളം കുടിക്കും. അതാ ചായ കുടിക്കാന്ന് പറഞ്ഞത്. കേറിയിരിക്കൂ. മാത്രല്ല, ഇപ്പൊ അവള് വന്നു കഴിഞ്ഞാലേ കണ്ണട അവൾക്ക് കിട്ടിണ്ടോന്ന് നമുക്ക് ചോദിക്കാലോ. അങ്ങനെ അതാണ്. അത് മജീദ് ഖാൻ തന്നെ നേരിട്ട് ചോദിക്കുകയും ചെയ്യാം അവളോട്. ഞാൻ ചോദിക്കാനാ? അല്ല, വേണമെങ്കിലേ അങ്ങനെ ചോദിക്കാം. വേണ്ട, വേണ്ട, ചോദിക്കാൻ നിങ്ങൾ ചോദിക്കുമെങ്കിൽ ഞാൻ കയറിയിരിക്കും. ആയിക്കോട്ടെ, അത് മതി. ഞങ്ങൾ ചോദിക്കാം.